തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. 7 ജില്ലകളിൽ. തിരുവനന്തപുരത്ത് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. മറ്റു ജില്ലകളിലും മോശമല്ലാത്ത പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോസി ബാബു ഉണ്ട് കോട്ടയം വാഴത്താനത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ജോസി, അവിടങ്ങളിൽ എത്രത്തോളം ആവേശപൂർവ്വമാണ് ആളുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? നൗഫൽ, രാവിലെ മുതൽ നല്ല തിരക്ക് പലയിടത്തും അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ യന്ത്രത്തകരാറ് ചില സ്ഥലങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഞാനിപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെട്ട വാകത്താനം പഞ്ചായത്തിലെ 1-2 ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിൽ നിന്നുമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഈ 2 ബൂത്തുകളിലും വോട്ട് ചെയ്യാനുള്ളൂ. തിരക്ക് നന്നേ കുറവാണ്. രാവിലെ 1.5 മണിക്കൂറോളം നേരം യന്ത്രത്തകരാർ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ചങ്ങനാശ്ശേരിയിലും അതോടൊപ്പം കോട്ടയം നഗരപ്രദേശങ്ങളിലുമൊക്കെയും രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഈ വോട്ടേഴ്സ് വന്നിരിക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, നേരത്തെ തിരക്ക് കുറവായത് കൊണ്ടാണ് ഈ സമയത്ത് വന്നത്? ഈ സമയം നമുക്ക് തിരക്ക് കുറവില്ലെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഈ സമയത്ത് വന്നത്. അതെ അതെ, തിരക്ക് കുറവാണല്ലോ. നേരം വോട്ടിംഗ് മെഷീൻ പിടിച്ചിട്ട് തകരാറുണ്ടായിരുന്നത് ഞങ്ങളതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്നും അറിഞ്ഞില്ല. നൗഫൽ, ജോസി, അവിടുത്തെ ആളുകളുടെ പ്രതികരണമൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ആളുകളൊക്കെ വോട്ട് ചെയ്യാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് രാവിലെ വന്നു നിൽക്കുന്നത്. കോട്ടയത്തെ മറ്റു ബൂത്തുകളുടെയൊക്കെ അവസ്ഥ ഇതുപോലെ തന്നെയാണോ? നൗഫല്, ജില്ലയിലെ 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെയുള്ള ആ പോളിംഗിലുള്ള വർധനവ് അല്ലെങ്കിൽ ആദ്യ മണിക്കൂറിലെ ശക്തമായ പോളിംഗ് കോട്ടയത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ 15% പോളിംഗ് ശതമാനം എത്തി. ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിലാണ് കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20% നഗരസഭാ പരിധിയിൽ തന്നെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മന്ത്രി VN വാസവൻ പാമ്പാടി സ്കൂളിൽ വോട്ട് ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നഗരപരിധിയിലുള്ള ഗവൺമെന്റ് മോഡൽ HSSൽ വോട്ട് ചെയ്തു. G. സുകുമാരൻ നായർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാവിലെ വോട്ട് ചെയ്യാനെത്തുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് വോട്ട് ചെയ്യുന്നത് ഉച്ചകഴിഞ്ഞത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ രാവിലെ അസംഷൻ കോളേജിലെ ബൂത്തിലും വോട്ട് ചെയ്തു. ജോസ് കെ മാണി MP പാല അൽഫാൻസ കോളേജിലെ ബൂത്തിലും വോട്ട് ചെയ്തു മടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം പുതുപ്പള്ളി, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്കൂളിന് സമീപത്ത് പുതുപ്പള്ളിയിലെ MGM സ്കൂളിൽ ചാണ്ടി ഉമ്മൻ MLAയും വോട്ട് രേഖപ്പെടുത്താനെത്തും. എന്തായാലും വലിയ ആവേശത്തോടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്ന് വേണം പറയാൻ. അത്തരത്തിൽ പരമാവധി ആളുകളെ ബൂത്തുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുണ്ടക്കയത്തും എരുമേലിയിലും പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ വൈക്കം വിശ്വൻ മുൻ LDF കൺവീനറും CPMന്റെ മുതിർന്ന നേതാവായ വൈക്കം വിശ്വൻ അല്പസമയം മുമ്പ് കുടയമ്പടിയിൽ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അയ്മനം പഞ്ചായത്തിലും വെള്ളൂർ പഞ്ചായത്തിലും പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സീറ്റിലേക്ക് ഉള്ള വോട്ടിംഗ് മെഷീന്റെ കേടുപാട് മൂലം പാമ്പാടിയിലെ സെന്റ് തോമസ് സ്കൂളിലെ വോട്ടിംഗും തടസ്സപ്പെട്ടിരുന്നു. എന്തായാലും കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളുടെ തട്ടകമായ കോട്ടയത്തെ കേരള കോൺഗ്രസുകൾ 6 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അത് അവരുടെ ഒരു ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും കാഴ്ചവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന 2 പഞ്ചായത്തുകൾ ജില്ലയിലുണ്ട്, മുത്തോലി അതോടൊപ്പം പള്ളിക്കത്തോട്. അവരും നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു. എന്തായാലും വോട്ട് ചെയ്ത് മടങ്ങിയതാണോ അതോ വലിയ തിരക്കില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റും? തിരക്കില്ലായിരുന്നു. എങ്ങനെയുണ്ട്? വലിയ പ്രശ്നമില്ലാതെ, തിരക്കില്ലാതെ? ഒരു പ്രശ്നമില്ല. പ്രശ്നം ആദ്യം കുറച്ച് സമയം ഒരു തടസ്സം ഉണ്ടായിരുന്നല്ലേ? മഴയൊക്കെ പ്രതീക്ഷിച്ചാണോ രാവിലെ തന്നെ നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ? നേരത്തെ മുന്നേറെ വോട്ട് ചെയ്യാന്ന് പിന്നെ പള്ളിയിലൊക്കെ പോകണം, രാവിലെ കാര്യങ്ങൾ വേറെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് രാവിലെ പോകുന്നതാണ്. തീർച്ചയായും നൗഫൽ, ഈ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഉച്ചകഴിച്ചൊരു മഴയ്ക്ക് സാധ്യതയൊക്കെ കുറച്ച് ദിവസങ്ങളായി ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്താൻ, ഉച്ചയ്ക്ക് മുമ്പായി തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് കൂടുതൽ പേര് നടത്തുന്നത്. പരമാവധി അത്തരം ആളുകളെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുവാനാണ് മുന്നണി നേതൃത്വങ്ങളും നേതാക്കളും പ്രാദേശികമായി ശ്രമിക്കുകയും ചെയ്യുന്നത്.
ഇതുവരെ സംഘർഷങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പലയിടത്തും ഈ വോട്ടിംഗ് മെഷീൻ തകരാറാണ് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മുണ്ടക്കയം, എരുമേലി ഭാഗത്തൊക്കെയും ഇത്തരത്തിൽ വലിയ ആളുകൾ ക്യൂ ഉള്ള ബൂത്തുകളിൽ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് ഏറെ സമയം വോട്ടിംഗ് തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ ഭംഗിയായി ഈ മണിക്കൂറുകളിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 20% അടുക്കുന്നു ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഈ മണിക്കൂറുകളിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കോട്ടയം ജില്ലയിലെ പോളിംഗ് പുരോഗമിക്കുന്നത്. യെസ്, കോട്ടയത്തെ വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്. കോട്ടയത്ത് മിക്ക ബൂത്തുകളിലും നല്ല ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ 3 വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അല്പം മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുക. കൂടുതൽ ആളുകൾ വന്നാൽ ക്യൂ രൂപപ്പെടുകയും ചെയ്യും.